ഹലോ ഗൈസ്, നമ്മളങ്ങനെ നമ്മളെ ഒരു ഇതങ്ങ് തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മൈൻക്രാഫ്റ്റിലൂടെ തിരിച്ചു വന്നിരിക്കുന്നു. വേൾഡല്ലേ, നമ്മൾ മൈൻക്രാഫ്റ്റിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മളെ തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനിതിന് 4 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും, മൈൻഡ് ആക്കണ്ട. സീഡ് നിങ്ങൾ തന്നെ നോക്കിച്ചു. അടിപൊളി സീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അടിപൊളി സീഡാണ് ഗൈസ്. ഞാൻ റാൻഡായിട്ട് കിട്ടിയാണ് ഇപ്പോൾ അടിച്ചിട്ട് കാണും. 909 നിങ്ങൾ അടിച്ചു വെച്ചോ, ഞാൻ അടിച്ചിട്ട് കാണും. ഇത് ഗൈസ് നോക്കി വെച്ചോ, ഈ ഒരു സീഡാണ് ഇവിടെ കൊടുക്കുന്നത്. താഴോട്ട് കൂടെ സെറ്റായിട്ടുണ്ട്. ഓക്കെ, ക്രിയേറ്റ് ചെയ്യാണ്. ബീറ്റ് ആട്ടാ, ഇത് എന്താ സംഭവം ഇങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം ഇത് ഇൻസ്റ്റാൾ ചെയ്താൽ ഇങ്ങനെ എല്ലാവരും ഇത് വന്നേ. ആദ്യം ഇൻസ്റ്റാൾ ചെയ്തു, പിന്നെ ഞാൻ ഡിലീറ്റ് ആയിപ്പോയി അറിയാതെ. അന്നേരം ഞാൻ ചെറുതായിട്ടൊന്ന് പണി പാടി, അതിൻ്റെ ആക്കണ്ട, പക്ഷെ പണി പാടിയിട്ടേ ഉള്ളൂ, സീനാക്കണ്ട. ഇതൊന്ന് ലോഡാകട്ടെ. ഇപ്പം തുടങ്ങുന്ന തന്നെ നമ്മളൊരു വില്ലേജ് എന്ന് വെച്ചിട്ടാണ്. എനിക്ക് ബ്ലാക്ക് സ്മിത്തിൻ്റെ ഇതുണ്ട്, അങ്ങനെ തന്നെയല്ലേ വിളിക്കുക. ഞാൻ കുറേ കാലമായി കളിച്ചു. കണ്ട ഗൈസ്, തുറക്കാണ് ലൂട്ട്. കണ്ടോ ലൂട്ട്? ഞാൻ ശരിക്കും തുറന്നു നോക്കിയിട്ടില്ലേ. കണ്ട ഫസ്റ്റ് എപ്പിസോഡ് അയൺ ആർമർ. മറ്റേ ഇതില്ലേ, ഒരു സീരീസ് ഉണ്ടായിരുന്നില്ല വേറെ, അതിലും ഇങ്ങനെ തന്നെ ഫുൾ അയൺ ആർമർ ഫസ്റ്റ് എപ്പിസോഡ്. ഈ ചെസ്റ്റും വീടും ഞാൻ അടിച്ചു മാറ്റും. അറിയില്ല, ഇതിൽ എൻജാൻമെൻ്റ് ഉണ്ടല്ലോ കേട്ടോ, മറ്റേ എൻജാൻമെൻ്റ് ഒന്നുമില്ല. എനിക്ക് ആ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിൽ ആക്ച്വലി സൗണ്ട് എന്തുകൊണ്ട് കേൾക്കുന്നില്ല? ഓ, മൈൻക്രാഫ്റ്റിൻ്റെ സൗണ്ട് ഓഫല്ല. അന്നേരം ക്രീപ്പർ വന്ന് പൊട്ടിത്തെറിച്ചാലോ. ഷീപ്പിനടിക്കുമ്പോൾ കേട്ടെ, കണ്ടാ വഹിക്കാം. അടുത്ത ബ്ലാക്ക് സ്മിത്തിൻ്റെ പുരയിലേക്ക് പോവുക. 3 ബ്ലാക്ക് സ്മിത്ത് ഉണ്ട്, ഒന്ന് അവിടെ, ഒന്ന് നമ്മൾ ലൂട്ട് ചെയ്തു. അടുത്തത് ഇങ്ങനെയാണ്. ഈ പാത്തെല്ലാം നമുക്ക് സെറ്റാക്കണം. പതുക്കനെ ഈ വില്ലേജ് വളരുന്നുണ്ട്. ആക്ച്വലി ചെറുതായിട്ട് ലാഗ് ഉണ്ട്, ഈ ചാർജ് ഇല്ല, ടൈം കൊണ്ടാണ് ഇത്ര ലാഗ്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇതിലൊരു ഡയമണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ വെറുതെ അറിഞ്ഞല്ലേ ഗൈസുകൾ, അപ്പോൾ ഗീസസ് ഇടുക. നമുക്കിപ്പോൾ ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കട്ടെ ഗൈസ്. ഫസ്റ്റ് എപ്പിസോഡ് ഗോൾഡൻ ആപ്പിൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ബ്ലാക്ക് സ്മിത്ത് ഓൺലി. ബ്ലാക്ക് സ്മിത്ത് അല്ലേ ഇത്? എടാ, ഇത് എവിടെ ഒരു ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായല്ലോ വേറെ. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? ഞാൻ പൊട്ടനായാ? ഇത് ഞാൻ ലൂട്ട് ചെയ്തത്. ഇവിടെ എന്തിനാ താഴോട്ട് വീണ്ടിട്ടുണ്ടല്ലോ? ഇത് തന്നെയാണ് ഞാൻ ഇപ്പോൾ കയറി വന്നേ. തന്നെ ഇവിടെ ഞാൻ കയറി വന്ന്, എന്നിട്ട് ഇങ്ങോട്ട് പോകണം. മനസ്സിലായി. ലൂട്ട് ചെയ്യാത്ത ലേശം ലാഗ് അടിക്കുന്നുണ്ട്. എനിക്ക് ആ കൺട്രോൾ എല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ബോട്ടിൻ്റെ കളിയും കളിക്കുന്നുണ്ടോ? ബോട്ടോ അപ്പോൾ ഫ്രീ ഫയറിൽ 2 ലെഗിൻസും പിന്നെ 2 ആർമറിൻ്റെ സാധനമായിട്ടുണ്ട്. എല്ലാം സെറ്റാട്ടോ സത്യം പറഞ്ഞാൽ. എന്നാലേക്ക് ഫസ്റ്റ് ഇതിൽ വന്നിട്ട് ഇത്രയും ലൂട്ടിടുന്നവരെ ആരെ കണ്ടിരിക്കും? നാലേക്ക് ബുദ്ധി കൊണ്ട് ആലോചിക്കുക. എന്നിട്ട് ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ ഈ ആർമറൊന്ന് ഇതാക്കിക്കില്ലല്ലേ, ഇട്ടിക്കില്ലല്ലേ. അടുത്തൊരു മിനിറ്റ്, ബൂട്ടും ഹെൽമെറ്റും കൂടിയും കിട്ടുമെന്ന് നോക്കട്ടെ, അല്ലേ നമുക്ക് ഉണ്ടാക്കണ്ടേ. അടുത്ത ഈ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടാ? ഒന്ന് ബ്ലാക്ക് സ്മിത്ത് ഇല്ല കേട്ടോ, ഇല്ലാന്ന് തോന്നുന്നു. ശരി, അത്യാവശ്യം വലിയ ഇതുണ്ട് കേട്ടോ ഇവിടെ അവിടെ. ഞാൻ വിചാരിച്ചു ഇവിടെ ആരും കുഴി കൊണ്ടുവച്ചിട്ടേന്ന്. ഇവിടെ ക്രീപ്പർ പൊട്ടിത്തെറിച്ചാണോ? ഇതെന്താ സംഭവം?
എനിക്കൊന്നും വേണ്ട. ഇവിടെ എന്തൊക്കെയോ നടക്കുന്നത്. അങ്ങോട്ടൊന്നും കയറാൻ നിൽക്കണ്ട. ക്രാഫ്റ്റിംഗ് ടേബിൾ റെഡി ചെയ്തില്ല. അവിടെ പോയിട്ട് എടുത്തിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇവിടെ നിന്ന് ബൂട്ടും കിട്ടണം, ഹെൽമെറ്റും കിട്ടണം പ്ലീസ്. ഇത് ക്യാരറ്റൊക്കെ ഉണ്ട്. അതിൽ ലൂട്ട് ചെയ്ത് ഇതന്നെ അവസ്ഥ ലൂട്ട് ചെയ്തല്ലേ ആണല്ലോ. ഇവിടുത്തെ ബ്ലാക്ക് ഇവിടെ ട്രേഡുണ്ട്. ട്രേഡൊക്കെ നോക്കണ്ടേ? അത് ലൂട്ട് ചെയ്യാത്തതാണ് കേട്ടാ. ഞാനെന്താ കളിക്കുന്നേ? എൻ്റെ കൺട്രോൾ വഴി ഞാൻ പൊട്ടം കളിക്കും. രണ്ട് ലെവലിൻസും ഉണ്ട്. ക്രാഫ്റ്റിംഗ് ടേബിൾ പോലും ഉണ്ടാക്കില്ല. ഒറ്റൊരു മരം വെട്ടിയില്ല ഞാൻ. ട്രേഡ് ഒന്ന് ചെയ്യട്ടെ. അടിക്കരുതേ. ഇവിടെ ലൂട്ടിങ് 1 ഒക്കെ ഉണ്ട്. 3 ആണെങ്കിൽ ഡയമണ്ട് സോഡും കൂടിയാണെങ്കിൽ പാപ്പര വീട്ടിൽ പക്ഷെ എന്തിനാ ഇങ്ങനെ ഇട്ടേ? ചാടുകൂളാക്കിയിട്ട് മറ്റോണ്ട് ലേശെങ്കിലും ഒരു ഓർഡർ ഉണ്ട്. ഒരുമാതിരി മറ്റേ ഇതുപോലെ ഉണ്ട്. 22 ആപ്പിൾ കിട്ടി. ഞാൻ വിചാരിച്ചു സ്ക്രീൻ റെക്കോർഡ് പോയിന്ന്. ഞാൻ മരം വെട്ടിട്ട് വരാം കേട്ടോ. അങ്ങോട്ടെങ്ങാനാ മരമുള്ള കേട്ടോ. ഞാൻ മരം വെട്ടിട്ട് വരാം. ഓക്കെ. ഗൈസ് ഞാൻ മരമൊക്കെ വെട്ടിയിട്ടുണ്ട്. ലോഗോ ആക്കിയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി ലോഗോ ആക്കിയിട്ട് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ക്രാഫ്റ്റ് ചെയ്യാം. എന്നിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കുക. എന്നിട്ട് അതിൽ ക്രാഫ്റ്റ് ചെയ്യുക ഗൈസ്. എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്യാം? നമുക്ക് ഹെൽമെറ്റും ഫസ്റ്റ് എപ്പിസോഡ് അയേൺ ആർമർ സോഡും കൂടി വേണേ. ഒരു മിനിറ്റ് ഞാൻ പോയിട്ട് സെറ്റ് ആക്കട്ടെ. ഓക്കെ, നമ്മളങ്ങനെ ഫുൾ അയൺ ആർമർ ആവാൻ പോവാണ്. ഫസ്റ്റ് തന്നെ ഒരു ശിബിരം. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് അയൺ ആർമർ സോഡും ഉണ്ട്. ഇനി എത്ര അയൺ ബാക്കിയുണ്ടാ? ബാക്കി അയൺ നെയ്യേ. നമുക്കൊരു സോഡും കൂടി ആയിട്ടുണ്ടേ. ഓക്കെ, ഞാൻ വേറെ വേൾഡിൽ മീൻസ് അങ്ങനെയല്ല, ഞാൻ വേറെ ക്രിയേറ്റീവ് വേൾഡിലെല്ലാം ക്രിയേറ്റീവ് നോക്കിയിട്ട് ക്രിയേറ്റീവിലൊക്കെ പോകുന്നറേ. അപ്പം അവനും നമുക്ക് എന്തായാലും വേണ്ടതിരിക്കലും. ഇനി അയൺ വേണം അല്ലേ? നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് അയൺ ആർമറൊക്കെ ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കണ്ട, ഞാൻ പ്രോ പ്ലേയേഴ്സ് അങ്ങനെയാണ് ചെയ്യാറ്. പിന്നെ ഇവിടുത്തെ അയൺ ഗോളത്തിനെ നമ്മൾ കൊല്ലുന്നതല്ല. കാരണം അതങ്ങനെയാണ് ഗൈസ്. എനിക്ക് അയൺ ഗോളത്തിനെ അങ്ങനെ കൊന്നിട്ടുണ്ടെങ്കിൽ ശരിയാവത്തില്ലേ. ഇവിടുത്തെ എല്ലാവരെയും മൂട്ട വെക്കണം. അതൊന്നും പേടിക്കണ്ട. ഇവിടെ അങ്ങനെ ഉണ്ട്. ഇവിടെയൊക്കെ ചെസ്റ്റ് ഉണ്ടാ പാപ്പ തന്നെ വെച്ച്. ടോർച്ച് ഈസ് മൈ. ഞാൻ മൈനിങ്ങിന് പോലെ കേട്ടോ, മനസ്സിലാക്കിണ്ടാവും. ഇതിൽ നല്ല ഇതൊക്കെ ഉണ്ട് ഗൈസ്. നമുക്കിത് പതുക്കാൻ എടുക്കാം. ഇനി നമുക്ക് മൈനിങ്ങിന് ഇപ്പോൾ അങ്ങോട്ട് പോകും ഗൈസ്. എനിക്കാണ് ഇവിടുത്തെ ഒരു സ്ഥലവും അറിയത്തില്ല. അവിടെ ഒരു കുഴി കണ്ടിട്ടുണ്ടായില്ല, അവിടെ ഉണ്ടെന്ന്. മൈനിങ് മീൻസ് അങ്ങനെയല്ല, ഒരു ഇത് പോയാൽ മതി, സ്റ്റോൺ കിട്ടിയാൽ മതി ഇപ്പോൾ. പിന്നെ നമുക്ക് അയൺ മൈനിങ്ങിന് അങ്ങ് പോവാം. സ്റ്റോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ വുഡൻ്റെ പിക്കാക്സ് ഉണ്ട്. പിക്കാക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വുഡ് വേണം, സ്റ്റിക്ക് വേണം.
പിക്കാക്സ്. അയണ്ടാ? അയണില്ല. പിന്നെ എന്ത് ഇവന്മാർ പിന്നെ പറയുന്നു? ഓക്കെ, ഞാനിത് എടുത്തേക്കട്ടെ. ഓക്കെ, ഞാനിത് മൊത്തം മൈൻ ചെയ്യുന്നതിന് മുന്നേ ഉറക്കം കുറയെങ്കിൽ ഉറങ്ങാൻ സ്പേസ് നെയ്യ്. ഓക്കെ, സ്കെൽട്ടൺ എനിക്ക് ഇപ്പോഴും പേടിയാ, അന്നും പേടിയാ. സ്കെൽട്ടൺ വന്നിട്ടുണ്ടെ കുടുങ്ങും. സ്റ്റോണ് പോവാ. ഇനി എന്താ വേണ്ടേ? വുഡില്ലല്ലേ? ഞാൻ നോക്കുമ്പോഴും ഒരു സാധനം അങ്ങ് ഇറങ്ങി വരുന്നു. എന്തോ ഭാഗ്യമുണ്ടെങ്കിൽ ഇതിനെ കൊണ്ടൊക്കെ പൊട്ടിക്കാൻ പറ്റത്തില്ല. ഇനി അയൺ മൈനിങ് അല്ലേ? ഞാൻ ഈ ബെഡ് എടുത്താൽ എനിക്ക് തോന്നിയില്ല ഇങ്ങനെ ഇതേ വരുമെന്ന്. ഇവരൊക്കെ ലേശം പണി തരുന്ന കേട്ടോ ടീംസ്. ക്രീപ്പർ വരരുതേ. ഇപ്പോൾ ഒന്ന് പൊട്ടിത്തെറിക്കുക ഞാൻ ചെയ്യണം. ശബാശ് വെട്ടിയാവും. കുതിരയാണ് ഞാൻ പേടിച്ച്. സ്കെൽട്ടനാണ് സാധ്യത. അവിടെ കോളെല്ലാം ഉണ്ട്. കോളൊന്നും നമുക്ക് ഇപ്പം ആവശ്യമില്ല. നമുക്ക് ഇപ്പം ആവശ്യം ഒരു അയൺ ആണ്. ഒരയണല്ല, അയൺ മൈനിങ്ങിന്. ഞാനൊരു കേവ് കണ്ടെത്തട്ടെ. വില്ലേന്ന് ലേശം കൊണ്ട് മാറിയിക്കണ്ടേ. ഇവിടത്തേക്ക് ഇങ്ങനൊരു സംഭവം. ഏതാ കേവ് അല്ലേ ഇവിടെ? ഇറങ്ങാം. ഒരു അയൺ എന്തായാലും വേണം. എനിക്ക് ഷീൽഡ് ഉണ്ടാക്കണേ. ഓ, കോപ്പറുണ്ട്. കോപ്പർ ഇതിനെ കൊണ്ട് പൊട്ടിക്കാൻ. ഇനി സ്റ്റോൺ പിക്കാക്സും ഉണ്ടാക്കേണ്ടതാണ്. അയൺ മൈനിങ്ങിന് വന്നേ. വുഡില്ല. വുഡ് എന്തിനാ? ഇതുണ്ടല്ലോ. പിന്നെ എങ്ങനെ ഉണ്ടാക്കുക? ഇതെങ്ങനാ പിക്കാക്സ് അങ്ങനെ ഉണ്ടാക്കിയൂടെ? ഞാൻ അങ്ങനെ ഉണ്ടാക്കല്ലോ കേട്ടോ. ഞാൻ അത്ര കളിച്ചേ. ഇപ്പോൾ കോപ്പർ കൊണ്ട് ആവശ്യമുണ്ട്. കോപ്പർ എനിക്ക് വേണം. അയ്യോ, കോപ്പറിൻ്റെ ആ ബൾബില്ലേ, ആ സെറ്റ് സാധനം ഇതിനോണ്ട് പൊട്ടിച്ചാൽ കിട്ടൂലേ? അതിനോണ്ട് പൊട്ടിക്കാം. അതിനോണ്ട് പൊടിച്ചാലേ കിട്ടുക. പക്ഷെ കോപ്പർ ശരിക്കും അന്നേരമൊന്നും ഒരു യൂസിലും ഇല്ലായിരുന്നു കേട്ടോ. കൊണ്ടുപോകുന്നതിൽ നല്ലത് ഈ കോപ്പറും ഒന്നാണ്. ഓ, താഴോട്ടേക്ക് ലാവുണ്ട്. ലാവ അടിക്കാനാവും. നോക്കട്ടെ. ലാവ അടിക്കാനാവില്ല. ഓ അങ്ങോട്ടോ. ബാ ഞാനിവിടുന്ന് അനങ്ങൂല. അവനെ താഴോട്ടേക്ക് പോകുന്നവരും ഒരു അയൺ ഞാൻ കൺമുമ്പിൽ കണ്ടു. ഇവിടെ ഒറ്റ അയൺ ഉണ്ടായില്ലോ. ഞാനിപ്പോൾ കിട്ടേ എനിക്ക്. ഫസ്റ്റത്തെ ഒരു അയൺ ഞാൻ അങ്ങനെ മൈൻ ചെയ്തെടുത്തിരിക്കുന്നു. ഫസ്റ്റ് ഒറ്റ അയൺ മാത്രമേ മൈൻ ചെയ്തിട്ടുള്ളൂ. ഡീപ് സ്ലൈറ്റ് ലെവലെത്തിട്ട. ഡീപ് സ്ലൈറ്റ് ലെവൽ. വാ. കോയിനെ വിളിക്കുമ്പോൾ വിളിക്കേണ്ടി വരുങ്ങളാ. വരാൻ പറ്റത്തില്ലടാ മണ്ട. എൻ്റെ മോളോട് കയറുമ്പോഴാണ് സീന് വരുന്നത്. ബ്രെഡ് തിന്നു. എന്താണ് മോളൊന്നും എടുത്താൽ വിടുന്നുണ്ട് കേട്ടാ. മോളൊന്നും എടുത്തന്നെ എവിടുന്നോ അടിക്കുന്നുണ്ടേ. അതിൻ്റെ ഇടയിൽ ഈ പണ്ടാരം. ഇവനെ എന്തടിയാണ് അടിക്കുന്നേ? ഇവനെ എവിടുന്നറാ? ഇവിടെ ആടുണ്ടായിനു. ഇവിടെ വിടുക. എടാ ഞാൻ ചത്തറ. അത് ഞാൻ എന്തുണ്ടാക്കാൻ? സീരിയസ്ലി ഞാൻ ആയിരുന്നു. ഒരു ചത്തും തോന്നുന്നു. ഞാൻ ഇവിടെ ഇറങ്ങി റീസ്പോൺ അടിച്ചുകൊണ്ട് രക്ഷപ്പെട്ട കേസ്. ഞാൻ വലിയൊരു യുദ്ധം കഴിഞ്ഞിട്ട് വരുമ്പോഴാണ്. വലിയൊരു യുദ്ധം കഴിയുമ്പോൾ ഇത്ര ടെൻഷൻ ഉണ്ടാവില്ല.
പക്ഷെ പണി തന്നെയാണ് കേട്ടോ. ഞാനൊരു ഷീൽഡ് അങ്ങ് ഉണ്ടാക്കി ഈ ഒറ്റ അയൺ വെച്ചിട്ട്. ഞാൻ ഒറ്റ കുറച്ച് മൈൻ ചെയ്തിരുന്നു. ഞാൻ ചത്തപ്പോൾ അത് എവിടേക്കോ പോയി. ഇപ്പോൾ ഇവിടെ ലേശം ഉണ്ട്. എനിക്ക് തോന്നിയതിന് മിക്കവാറും ഞാൻ ചാവുന്നു. ലാസ്റ്റൊക്കെ 2 SP-യിലെല്ലാം നിൽക്കുന്ന കേസ്. ഒരു മിനിറ്റ്, ഇതിലൊന്ന് എടുത്ത് സ്മെൽറ്റ് ചെയ്യാൻ വെക്കട്ടെ. സ്മെൽറ്റ് ആവട്ടെ കേട്ടോ. ഈ ഡീപ്പ് സ്ലൈറ്റ് എന്ന് പറയുന്നത് കുറേ ആവശ്യമുള്ളതാണ്. പിന്നെ ഞാൻ എന്തായാലും നല്ലോണം ഇതാകുന്നുണ്ട്. ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കൈ ഇടണമെന്നുണ്ട് 4-5 മണിക്കൂർ ദിവസങ്ങളാവും. എനിക്ക് ശവല് ശവല് എനിക്കിതാ ഇട്ടിക്കോടെ. ഡ്രോപ്പ് ചെയ്യോ? ഡ്രോപ്പ് ചെയ്യുന്നില്ലല്ലോ. ഡ്രോപ്പ് ചെയ്തിക്കില്ല. ആയിക്കോട്ടെ, ഡ്രോപ്പ് ചെയ്തിക്കില്ല. ഇവിടെ എത്ര ആകണം അവിടെ? ഞാൻ ഈ അയൺ മൈൻ ചെയ്തിട്ട് കുറേ അയൺ ഉണ്ട് കേട്ടോ അവിടെ. അയൺ കണ്ടങ്ങ് കണ്ണിലങ്ങ് മഞ്ഞളിച്ച് പോകും. ലേശം കോളെല്ലാം ഉണ്ടായില്ല, ഞാനവിടെ കണ്ടീനില്ല എവിടെയൊക്കെയോ. അതൊക്കെ അങ്ങ് എടുത്തേക്കാം. 9-10 അയണൊക്കെ കിട്ടി. 11 അയണായി, 12 അയണായി. ഈ ഡീപ് സ്ലൈറ്റ് എനിക്ക് ആവശ്യമുണ്ട്. ഡീപ് സ്ലൈറ്റ് എനിക്ക് ഏറ്റവും ഫേവററ്റ് ബ്ലോക്കാണ്. ഫേവററ്റ് മീൻസ് അങ്ങനെയല്ല, താഴോട്ടേക്ക് വലിയൊരു കേവ് കേട്ടോ. അങ്ങോട്ട് ഇറങ്ങി പോകാനുള്ള ശേഷി എനിക്കില്ല. അപ്പോൾ നമുക്കെന്തെങ്കിലും നമുക്കെന്നാ കൊല്ലണോ? കൊന്നോ ബാബാ വയ്ക്കും. എന്നെ കൊണ്ടൊന്നും കൊല്ലൽ നടക്കൂലടാ. എൻ്റെ ടോർച്ച് തീർന്നോ? ഞാനിപ്പോൾ തലക്കാലത്തേക്ക് ഈ അയണും വെച്ചിട്ട് ഞാൻ മുകളിൽ കയറട്ടെ. മുകളിൽ കയറിയിട്ടുമ്പോൾ വഴുക്കനങ്ങ് ഇപ്പിച്ചോടും. അതിനിപ്പോഴേ രാത്രിയാണോ അപ്പോൾ? 12 അയണും സ്മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ എവിടെയോ കോള് കണ്ടിരുന്നല്ലോ. ഇവിടെ കോൾ ആവശ്യമുണ്ട്. പിന്നെ എൻ്റെ കയ്യിലെങ്ങാനും ഉണ്ടെങ്കിലേ ഞാൻ നോക്കി നോക്കിയതാട്ടോ എന്നോട്. കോപ്പറൊക്കെ ഇപ്പം ആവശ്യമുള്ളതാട്ടാ. കോപ്പറിൻ്റെ കോപ്പർ ബൾബ് സീനാട്ടാ. സീഡ് സൈഡ് വരില്ല. കോപ്പർ ബൾബ് എന്ന് പറയുന്ന സെറ്റ് സാധനം. പിന്നെ ക്രാഫ്റ്റ് സുജി ഒരിക്കലും ക്രാഫ്റ്ററിന് വേണ്ടിയിട്ടാണ് ഇതാക്കിയത്. ഞാൻ പക്ഷേ ക്രാഫ്റ്ററിനൊന്നും വേണ്ടിയിട്ടല്ല, ഞാൻ വെറുതെ അങ്ങ് ആക്കി. എടാ അങ്ങോട്ട് നല്ല അടിയിലുള്ള കേവാണ്. ഇങ്ങനെ പോയാൽ പറ്റത്തില്ല. ഞാൻ ഡീപ് സ്ലൈറ്റ് മൈൻ ചെയ്യട്ടെ ലേശം. കിട്ടൂലേ? ഓക്കെ. മറ്റേ ഒരു ഡീപ് സ്ലൈറ്റ് ഈ സാധനമല്ലേ ഇപ്പോൾ ഫസ്റ്റ് തന്നെ എൻ്റെ മുകളിൽ ഇത് കാണിച്ചില്ലേ? അതിൽ ഫസ്റ്റ് തന്നെ ഒരു സാധനം കാണിച്ചില്ലല്ലോ. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ക്രാഫ്റ്റിങ്ങിലുണ്ടാവും. എന്തോ സ്മൂത്ത് ഡീപ് ലൈറ്റോ അങ്ങനെ എന്തല്ലേ ഞാൻ പറയും. ഇതിൽ പോയാലും കാണുമോ? ഇതിൽ പോയാലും കാണുമല്ലോ. ക്രാഫ്റ്റിൻ്റെ ഇവിടെ തന്നെ കാണും. ക്രാഫ്റ്റിൻ്റെ ഇവിടെ ആരുടെ കയ്യിലുണ്ട്? ആരുടെ കയ്യിലാണെന്ന് ചോദിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ അതെ ഈ സാധനം കണ്ടോ? ഈ സാധനത്തിനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ സാധനം. ഈ ബ്ലോക്ക് എന്ന് പറയുന്നത് നല്ല ബ്ലോക്കല്ല ഗൈസ്, നിങ്ങളെന്നാ പറയും. പിന്നെ ഈ ബ്ലോക്കിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഞാൻ മൈൻഡ് ചെയ്യുന്നത്. മറ്റേ സുധീൻ്റെ വീഡിയോയിൽ കണ്ടിരുന്നു. ഈ നല്ല ബ്ലോക്കാട്ടോ. അദ്ദേഹം പിന്നെ വേറെ കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ട്. ഞാനിത് മൈൻ ചെയ്യാൻ ഒരു കാരണമാണ്. ഞാൻ എന്തായാലും ഇവിടെ വന്നിട്ട് കുറേ മൈനിങ് നടത്തും. പിന്നെ എക്സാമാണ് ഗൈസ്. എന്നോട് കുറച്ച് ദിവസം വീഡിയോസൊന്നും വരത്തില്ല. എക്സാം കഴിഞ്ഞാൽ നമുക്ക് പവറാകാം. എക്സാം കഴിയും വരെ വീഡിയോസിൻ്റെ ഒരു ഇതും ഉണ്ടാവില്ല. സോറി, എക്സാമാണ് ഗൈസ്. പഠിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പറയണ്ട. അടി കിട്ടും. ആദ്യത്തെ ആപ്പിളും നട്ടിതില്ല ആയില്ലല്ലോ. അല്ല എടുത്തല്ല. വാട്ട് ഈസ് ദിസ്? ഞാനിത് അവിടെ വെച്ച കേട്ടാ. ഇവിടെ ഇവന്മാരൊക്കെ എവിടുന്ന് വരലാടാ? ഞാൻ പോവാനാകുമ്പോൾ എനിക്ക് എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാനായി. ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പാടാവും. ഇത്
ബ്ലോക്കും വെച്ചിട്ട് ഞാൻ എങ്ങനെ കയറിപ്പോകാൻ? എന്തായാലും ബ്ലോക്ക് വെച്ച് കയറിപ്പോലും പണി വയ്ക്കും. ഇടയെ കൂടെ ഓ ഓ ഓ ട്രാപ്പിഡ് ആ അങ്ങനെ പോനെ എടുക്കണ്ടല്ലോ. ഞാൻ മുകളിലെത്തിയിട്ട് വൈൻഡ് ചെയ്യട്ടോ, സമയം പോയി. അപ്പോൾ ഗൈസ്, നമ്മളെന്താ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സമയം ഒരുപാട് വൈകിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ 10:04 ആയിട്ടുണ്ട്. അതിനോണ്ട് സമയം പോയ സമയം എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും പോവുകയാണ്. ഈ ബ്ലോക്കിംഗ് ഉണ്ട്, ഈ ബ്ലോക്കിങ് ഇഷ്ടപ്പെടുന്ന കമൻറ്റ് ചെയ്യണം. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഇറങ്ങി